ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രിഗർ ജോഹൻ മെൻഡലാണെന്ന് നമ്മൾ പഠിച്ചു. മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ, അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് തോട്ടപ്പയർ, അതായത് പൈസം സറ്റൈവം എന്ന ചെടിയിലാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ. ഇപ്പോൾ നീളം എന്ന ഒരു ഗുണമാണെങ്കിൽ, അല്ലെങ്കിൽ ഉയരം എന്ന ഒരു ഗുണമാണെങ്കിൽ അതിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഉയര കൂടുതൽ എന്നും ഉയരക്കുറവ് എന്നും. അതാണ് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ. ഉയരം എന്ന ഒരു ഗുണത്തിൽ ഉയര കൂടുതൽ, ഉയരക്കുറവ് എന്നതാണ് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് അറിയപ്പെടുന്നത്. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ച് പരീക്ഷണം നടത്തിയതിനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗസങ്കരണ പരീക്ഷണം ചിത്രം 1.9 നൽകിയിരിക്കുന്നു. ഇത് സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കും. ഈ പരീക്ഷണത്തിൻ്റെ നിഗമനങ്ങൾ രൂപീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. സൂചകങ്ങൾ: പരിഗണിച്ച സ്വഭാവവും അവയുടെ ഗുണങ്ങളും. പരിഗണിച്ച സ്വഭാവം എന്താണ്, അവയുടെ ഗുണങ്ങളും എന്താണെന്ന് പറയണം. ഒന്നാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങൾ. ഒന്നാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങൾ ഏതെല്ലാം? സ്വപരാഗണത്തിൻ്റെ പ്രാധാന്യം, രണ്ടാം തലമുറയിലെ ഗുണങ്ങൾ, ഇതെല്ലാം നോക്കണം. ഇവിടെ നോക്കാം. മാതൃസസ്യങ്ങൾ. അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ നടത്താൻ ഉപയോഗിച്ച മാതൃസസ്യങ്ങളാണ് ഉയര കൂടുതൽ ഉള്ള ഒരു പയർച്ചെടിയും അതുപോലെ ഉയരക്കുറവുള്ള ഒരു പയർച്ചെടിയുമാണ് മാതൃസസ്യങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവയിലാണ് അദ്ദേഹം വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇവ രണ്ടും ചേർന്ന്, അതായത് ഉയര കൂടുതലുള്ള ചെടിയെ ഉയരക്കുറവുള്ള ഒരു ചെടിയുമായി വർഗസങ്കരണം നടത്തിയപ്പോൾ കിട്ടിയ ഒന്നാം തലമുറ, അതായത് അപ്പോൾ ഉണ്ടായ വിത്തുകളിൽ നിന്ന് ലഭിച്ച വിത്തുകൾ മുളപ്പിച്ചപ്പോൾ, അതാണ് ഒന്നാം തലമുറയായിട്ട് വരുന്നത്. ഒന്നാം തലമുറ അല്ലെങ്കിൽ F1 ജനറേഷൻ എന്ന് പറയും. F1 തലമുറ, ഒന്നാം തലമുറ. ഈ F1-ൽ എല്ലാം ഉയരം കൂടിയ ചെടികളായിരുന്നു. ഇതിൽ നിന്നുണ്ടായ, ഇത് രണ്ടും ചേർന്ന് ഉണ്ടായ വിത്തുകളിൽ, അതായത് ഇവ പരാഗണം നടത്തി, ഉയര കൂടുതലുള്ള ഒരു ചെടിയും ഉയര കുറവുള്ള ഒരു ചെടിയും പരാഗണം നടത്തി അതിൽ നിന്ന് ഉണ്ടായ വിത്തുകൾ മുളപ്പിച്ചപ്പോൾ കിട്ടിയ എല്ലാ ചെടികളും എന്തായിരുന്നു? ഉയര കൂടുതലുള്ള ചെടികളായിരുന്നു. കുറേ വിത്തുകളുണ്ടാവും, കുറേ ചെടികളുണ്ടാവും, അതൊക്കെ ഉയര കൂടുതലുള്ള ചെടികളായിരുന്നു. അതായത് മോണോ ഹൈബ്രിഡൈസേഷനിലെ ആദ്യത്തെ തലമുറ, ഒന്നാം തലമുറ എല്ലാം ഉയര കൂടുതൽ ഉള്ള ചെടിയായിരുന്നു. ഉയര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ മാതൃസസ്യങ്ങളിൽ ഒന്നിൻ്റെ ഗുണം മാത്രം കാണിച്ചു എന്നർത്ഥം. ഈ ഉയരക്കുറവ് എവിടെയോ മറഞ്ഞുപോയി. ഒന്നാം തലമുറയിൽ എല്ലാ കുഞ്ഞുങ്ങളും മാതൃസസ്യത്തിൽ ഒരാളുടെ ഗുണം മാത്രമാണ് കാണിച്ചത് മോണോ ഹൈബ്രിഡൈസേഷനിലെ. അങ്ങനെ അപ്പോൾ അദ്ദേഹം എന്ത് ചിന്തിച്ചു? ഈ ഉയരക്കുറവ് എന്ന ഗുണം എവിടെ പോയി എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഉയരക്കുറവ് എന്ന ഗുണം ഈ കുഞ്ഞുങ്ങളിലൊന്നും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ ഒന്നാം തലമുറയിലെ ഒരു സസ്യത്തെ തന്നെ എടുത്തിട്ട് എന്ത് നടത്തി? സ്വപരാഗണം നടത്തി. അതായത് ഇതിൽ നിന്നുള്ള പൂമ്പൊടി തന്നെ ഇതിൽ ചേർത്തിട്ട് സ്വപരാഗണം നടത്തി. അപ്പോൾ കുറേ വിത്തുകൾ ഉണ്ടാവും. ആ വിത്തുകൾ മുളപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് രണ്ടാം തലമുറ കിട്ടി. അതായത് ഈ സസ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടി. ഇതാണ് രണ്ടാം തലമുറ. ഈ സസ്യത്തിൽ നിന്നുണ്ടായ വിത്തുകളിലുണ്ടായ കുഞ്ഞുങ്ങൾ, ആ വിത്തുകളൊക്കെ മുളപ്പിച്ചപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ? ഉയര കൂടുതലുള്ള കുട്ടികളും കിട്ടി, ഉയര കുറവുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അതായത് വിത്തുകൾ മുളപ്പിച്ചപ്പോൾ ഉയര കൂടുതലുള്ള പയർ സസ്യങ്ങളുണ്ട്, ഉയര കുറവുള്ള പയർ സസ്യങ്ങളുണ്ട് ഈ രണ്ടാം തലമുറയിൽ. അതിൻ്റെ അനുപാതം 3:1 എന്ന അനുപാതത്തിലാണ് കിട്ടിയത്. അതായത്
ഒരു 3 പയർച്ചെടി ഉയരം കൂടുതൽ ഉണ്ടാകുമ്പം ഒരു പയർച്ചെടി എന്താണ് ഉയരക്കുറവുള്ളതായിരിക്കും. കുറേ പയർച്ചെടികൾ ഉണ്ടാവും. അത് അങ്ങനെ നോക്കുമ്പോൾ ഒരു 3 പയർച്ചെടി ഉയരം കൂടുതൽ ഉള്ളതിനെ എടുത്താൽ ഒരു പയർച്ചെടിയെ നമുക്ക് ഉയരക്കുറവുള്ളത് കിട്ടും. അങ്ങനെ 3:1 എന്ന അനുപാതത്തിലാണ് രണ്ടാം തലമുറയിലെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒന്നാം തലമുറയിൽ മാതൃസസ്യത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഗുണം മാത്രം കാണിച്ചോ, രണ്ടാം തലമുറയിൽ അത് 3:1 എന്ന അനുപാതത്തിൽ കിട്ടി. അതായത് ഒന്നാം തലമുറയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവവും പ്രകടമായി എന്നർത്ഥം. ഒന്നാം തലമുറയിൽ ഈ ഉയരക്കുറവ് എന്ന സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പ്രകടമായിരുന്നില്ല. ആ സ്വഭാവം എവിടെ കാണപ്പെട്ടു? രണ്ടാം തലമുറയിൽ കണ്ടു. 3:1 എന്ന അനുപാതത്തിൽ 3 ചെടികൾ ഉയരം കൂടുതലും 1 ചെടി ഉയരക്കുറവുള്ളതും കിട്ടി. ഇതാണ് മോണോഹൈബ്രിഡൈസേഷനിൽ അദ്ദേഹം കണ്ടെത്തിയത്. ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം ഊഹിച്ചു. ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി. ഘടകങ്ങൾ. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ ജോഹൻ മെൻഡൽ അനുമാനിച്ചു. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. അന്ന് മെൻഡൽ പറഞ്ഞ ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളാണ് ഈ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമെന്ന് മെൻഡൽ പറഞ്ഞു. പക്ഷെ ആ ഘടകങ്ങൾ ജീനുകളാണ് എന്ന് കണ്ടെത്തിയത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. മെൻഡലിന്റെ കാലത്തിന് ശേഷം മറ്റ് ശാസ്ത്രജ്ഞരാണ് അത് മനസ്സിലാക്കിയത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് അറിയപ്പെടുന്നു. അത് പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് അറിയപ്പെടും. അതായത് ഒരു സ്വഭാവം, ഉയരം എന്ന ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കാൻ വ്യത്യസ്ത തരങ്ങളുണ്ടാവും. അതായത് ഒരു കൂടുതലുണ്ടാവും, ഒരു കുറവുണ്ടാവും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെയാണ് അലീലുകൾ എന്നറിയപ്പെടുന്നത്. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകൾ ആണുള്ളത്. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകൾ ഉണ്ടാകും. ചിത്രീകരണം 1:9 വർഗസംകരണത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നിവ. അതായത് ഉയരം എന്ന ഒരു പ്രത്യേക സ്വഭാവമാണെങ്കിൽ അതിന് 2 അലീലുകളുണ്ട്, ഉയര കൂടുതലും ഉയരക്കുറവും. ഉയര കൂടുതലിന് അദ്ദേഹം ക്യാപിറ്റൽ ടി എന്നും ഉയരക്കുറവിന് അദ്ദേഹം സ്മോൾ ടി എന്നും പേര് കൊടുത്തു. അപ്പോൾ അവിടെ അലീലുകൾ ക്യാപിറ്റൽ ടിയും ഉയരം എന്ന സ്വഭാവത്തിൽ അലീലുകൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ്. അതായത് ഉയര കൂടുതലും ഉയരക്കുറവും. സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നിവ. ക്യാപിറ്റൽ ടി എന്ന അലീൽ ഉയര കൂടുതലിനെയും സ്മോൾ ടി എന്ന അലീൽ ഉയരക്കുറവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയും. അതായത് ഒരു ജീവിയിലെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്ന് പറയും, അതിന് കാരണമാകുന്ന ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്ന് പറയും. ഇവിടെ മാതൃസസ്യങ്ങൾ തമ്മിൽ ചേർന്ന് ഒരു FN തലമുറ ഉണ്ടായി. FN തലമുറയിൽ പ്രകട ഗുണം എന്താണ്? വലുതാണ്, ഉയര കൂടുതൽ എന്ന സ്വഭാവമാണ്
കാണിക്കുന്നത്. അപ്പം പ്രകട ഗുണം ഉയര കൂടുതലാണ്. ആ ഉയര കൂടുതൽ എന്ന ഗുണത്തെയാണ് എന്ത് പറയുക, ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന് കാരണമാകുന്ന ജനിതക ഘടനയെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉയര കൂടുതൽ എന്ന ഗുണമാണ് നമുക്ക് കാണുന്ന ഈ പ്രകടമായ ഗുണത്തെയാണ് പ്രകട ഗുണം അല്ലെങ്കിൽ പ്രകട രൂപത്തെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ജനിതക ഘടനയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. വർഗസങ്കരണ പരീക്ഷയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പ്രതീകങ്ങൾ ഉപയോഗിച്ച് വർഗസങ്കരണ പരീക്ഷണം രേഖപ്പെടുത്തിയതാണ്. ഇവിടെ മാതൃസസ്യങ്ങൾ ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്. ഉയരം കൂടിയ മാതൃസസ്യത്തെ അദ്ദേഹം പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചു. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അതുപോലെ ഉയരം കുറഞ്ഞത് സ്മോൾ ടി, സ്മോൾ ടി. ഈ ഉയരം കുറഞ്ഞ മാതൃസസ്യത്തിൽ നിന്ന് ബീജകോശങ്ങളുണ്ടായി. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഗാമെറ്റിൽ ഇത് ക്രോമസോം സംഖ്യ എപ്പോഴും പകുതിയാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ടി ഉള്ളത് ഒരു ബീജകോശത്തിൽ ഒരു ടി മാത്രം വരും, വേറൊരു ബീജകോശത്തിൽ വേറൊരു ക്യാപിറ്റൽ ടിയും വരും. അപ്പോൾ രണ്ടും ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഒന്ന് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പകുതിയാകും എന്നർത്ഥം. ബീജകോശത്തിൽ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് മാത്രം വരും. ഇവിടെ ഉയരം കുറഞ്ഞത് എന്ന മാതൃസസ്യത്തിൽ സ്മോൾ ടി ആണ് പ്രതീകങ്ങൾ. ആ പ്രതീകം ബീജകോശത്തിലേക്ക് വരുമ്പം ഇത് പകുതിയായിട്ട് പിരിയും. അതായത് ഒരു ബീജകോശത്തിൽ ഒരു ടി മാത്രം വരും. അപ്പോൾ ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഈ ബീജകോശങ്ങൾ തമ്മിൽ ചേരും. ഇതും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ ചേർന്ന് ഒരു സസ്യം ഉണ്ടാവും, F1 തലമുറ ഉണ്ടാവും. ഈ ബീജകോശങ്ങൾ ചേരുമ്പോഴാണ് F1 തലമുറ ഉണ്ടാകുക. ഈ F1 തലമുറയിലെ സന്താനം എങ്ങനെയായിരിക്കും? ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതാണ് ഈ സന്താനത്തിൻ്റെ ജനിതക ഘടന, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇത് ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ അത് ഉയര കൂടുതൽ ആണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ടി വരുമ്പോൾ ഉയര കൂടുതലായിരിക്കും. അപ്പോൾ സസ്യത്തിൻ്റെ ഉയര കൂടുതൽ, അതാണ് അവിടെ ഫീനോടൈപ്പ്. ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ ഒന്നാം തലമുറയുടെ ഫീനോടൈപ്പ് ഉയര കൂടുതൽ എന്നതും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നതും ആണ്. ഇവിടെ ഈ മാതൃസസ്യത്തിൻ്റെ ഫീനോടൈപ്പ് ഉയര കൂടുതലാണ്. അതുപോലെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണ്. ഇവിടെ ഈ മാതൃസസ്യത്തിൻ്റെ ഫീനോടൈപ്പ് ഉയരം കുറഞ്ഞത് ആണ്. ജീനോടൈപ്പ് സ്മോൾ ടി ആണ്. ഈ ഒന്നാം തലമുറയെ സെൽഫ് പരാഗണം നടത്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വപരാഗണം നടത്തി. ഒന്നാം തലമുറയെ സ്വപരാഗണം നടത്തിയപ്പോൾ ഒന്നാം തലമുറയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണല്ലോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആ സസ്യത്തെ അതേ സസ്യത്തിലെ പൂമ്പൊടി ഉപയോഗിച്ച് പരാഗണം നടത്തി. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയായിട്ട്. അപ്പം ക്യാപിറ്റൽ ടിയും അവിടെ മാതൃസസ്യങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ വരും. അത് വർഗസങ്കരണം നടത്തിയപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങൾ രണ്ടായി പിരിയും. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിട്ട് പിരിയും. ഈ മാതൃസസ്യത്തിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളും രണ്ടായി പിരിയും. ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ടി വരും, ഇവിടെ സ്മോൾ ടി വരും. ഈ ബീജകോശങ്ങൾ തമ്മിൽ ചേരും. അതായത് ഈ ബീജകോശത്തിന് ഇത് രണ്ടുമായിട്ടും ചേരാൻ പറ്റും. ഇങ്ങനെ ഇതായിട്ട് ചേരും, അതുപോലെ ഇങ്ങനെ ഇതായിട്ടും ചേരാൻ പറ്റും. അതായത് ഒരു ബീജകോശത്തിന് ഇതിൽ രണ്ടെണ്ണമായിട്ടും ചേരാൻ പറ്റും. അപ്പോൾ ഇതും ചേരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ആയിരിക്കല്ലോ വരിക. ഇത് ക്യാപിറ്റൽ ടി ആണ് വരിക, ഇത് സ്മോൾ ടി ആണ് വരിക.
അപ്പോൾ ഇതും ഇതും ചേരുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന സന്താനം ഉണ്ടാവും. അതായത് F2 തലമുറയിൽ ക്യാപിറ്റൽ ടി എന്ന സന്താനം ഉണ്ടാവും. ഇവിടെ ഇത് F2 തലമുറയിൽ ആദ്യം ക്യാപിറ്റൽ ടി എന്ന സന്താനം ഉണ്ടാവും. അതുപോലെ ഇതിന് ഇതായിട്ടും ചേരാം. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ഒരു സന്താനം ഉണ്ടാവും. ക്യാപിറ്റൽ ടി സ്മോൾ ടി. പിന്നെ ഈ ബീജകോശത്തിനും ഇത് രണ്ടുമായിട്ടും ചേരാൻ പറ്റും. അതായത് ഇതും ചേരുമ്പോൾ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും, ഇവിടെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും എന്നൊരു സന്താനം ഉണ്ടാവും. അതിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയാലും ശരിയാണ്. അതുപോലെ ഇതും ചേരുമ്പോൾ എന്താവും? സ്മോൾ ടി എന്ന ഒരു സന്താനം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രകടമായ ഗുണം ഏതാണ്? ക്യാപിറ്റൽ വന്നാൽ ഉയര കൂടുതൽ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ഉയര കൂടുതൽ തന്നെ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഉയര കൂടുതലാണ്. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി വന്നാലും എന്താണ്? ഉയര കൂടുതലാണ്. ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഉയര കൂടുതൽ. ഇവിടെ നോക്കുക, സ്മോൾ ടി വന്നാൽ ഉയരക്കുറവ്. അപ്പോൾ ഇത് ഉയരക്കുറവ് എന്നത് എന്താണ്? ഫീനോടൈപ്പാണ്. സ്മോൾ ടി എന്നത് ജീനോടൈപ്പ്. ഇത് പ്രധാനപ്പെട്ടതാണ്. മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും. മാതൃസസ്യത്തിൻ്റെ ഫീനോടൈപ്പ് ഇതിൻ്റെ ഉയരം കൂടിയത്, ഇതിൻ്റെ ഉയരം കുറഞ്ഞത്. ജീനോടൈപ്പ് ഇതിൻ്റെ ക്യാപിറ്റൽ ടി, ഇതിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ടി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാം തലമുറയുടെ സ്വഭാവത്തിൻ്റെ അനുപാതം. ഇവിടെ രണ്ടാം തലമുറയുടെ സ്വഭാവത്തിൻ്റെ അനുപാതം എന്താണ്? 3:1. അതായത് 3 ഉയര കൂടുതലുള്ളതും 1 ഉയരക്കുറവുള്ളതും. രണ്ടാം തലമുറയിൽ മോണോ ഹൈബ്രിഡൈസേഷനിൽ രണ്ടാം തലമുറയിൽ അനുപാതം 3:1 ആണ്. അത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മോണോ ഹൈബ്രിഡൈസേഷൻ്റെ ചിത്രീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യമുണ്ട്. ഉയരം കൂടിയ സസ്യത്തെ ഉയരം കുറഞ്ഞ സസ്യവുമായി വർഗസങ്കലനം നടത്തിയത് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതായത് ഉയരം കൂടിയ ഒരു മാതൃസസ്യത്തെ ഉയരം കുറഞ്ഞ ഒരു മാതൃസസ്യവുമായി വർഗസങ്കലനം നടത്തി. ഉയര കൂടുതലിനെ ക്യാപിറ്റൽ ടി എന്നും ഉയര കുറവുള്ള മാതൃസസ്യത്തെ സ്മോൾ ടി എന്നും ചിത്രീകരിച്ചു. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങൾ ഏതായിരിക്കും? ഈ ഉയര കൂടുതലിൽ നിന്ന് ഇത് രണ്ടായി പിന്നെ ഒരു ക്യാപിറ്റൽ ടി ഇവിടെ ഉണ്ടാകും. ഇവിടെ ഇത് രണ്ടായി പിരിയും. ഇവിടെ ഒരു സ്മോൾ ടി വരും. ഇവിടെ ഒരു സ്മോൾ ടിയും കൂടെ വരും. അത് ഒരേതായതുകൊണ്ട് കാണിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. ഇവിടെ ബീജകോശങ്ങൾ, ഇതാണ് ബീജകോശങ്ങൾ. ഈ ബീജകോശങ്ങൾ തമ്മിൽ ചേരും. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്ന ഒന്നാം തലമുറ ഉണ്ടാവും. ഒന്നാം തലമുറയിലെ സന്താനത്തിൻ്റെ ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി. ഇതും വരും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പം ജീനോടൈപ്പ് ഒന്നാം തലമുറയിലെ സന്താനത്തിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഫീനോടൈപ്പ് എന്താണ്? ഉയര കൂടുതൽ. ക്യാപിറ്റൽ ടി വന്നുകൊണ്ട് ഉയര കൂടുതൽ. അതിൻ്റെ ചോദ്യം അതിനെ അടിസ്ഥാനമാക്കി ഒന്നാം തലമുറയിൽ പ്രകടമാകുന്ന സ്വഭാവം ഏത് എന്നാണ്. ഒന്നാം തലമുറയിൽ പ്രകടമാകുന്ന സ്വഭാവം, അതായത് ഇതാണ് ഒന്നാം തലമുറ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പം പ്രകടമാകുന്ന സ്വഭാവം ഏതാണ്? ഉയര കൂടുതൽ. ഒന്നാം തലമുറയിൽ പ്രകടമാകുന്ന സ്വഭാവം ഉയര കൂടുതലാണ്. പിന്നെ ഒന്നാം തലമുറയിലെ സസ്യവും ഉയരം കുറഞ്ഞ മാതൃസസ്യവുമായുള്ള വർഗസങ്കരണം ചിത്രീകരിക്കുക. ഒന്നാം തലമുറയിലെ സസ്യം ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആ സസ്യവും ഉയരം കുറഞ്ഞ മാതൃസസ്യവുമായുള്ള വർഗസങ്കരണം. ഉയരം കുറഞ്ഞ മാതൃസസ്യം ഏതാണ്? സ്മോൾ ടി. അത് തമ്മിലുള്ള വർഗസങ്കരണം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിലുള്ള വർഗസങ്കരണം. ഇവിടെ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായി മാറും? ഇത് രണ്ടായി പിരിയും.
ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെ ബീജകോശം രണ്ടെണ്ണം ഉണ്ടാവും, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെ ബീജകോശം രണ്ടെണ്ണം ഉണ്ടാവും, സ്മോൾ ടിയും സ്മോൾ ടിയും. അപ്പോൾ ഇവിടെ ഈ ബീജകോശത്തിന് ഇതായിട്ടും ഇതായിട്ടും ചേരാം. അതുപോലെ ഈ ബീജകോശത്തിന് ഇതായിട്ടും ഇതായിട്ടും ചേരാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സന്താനം ക്യാപിറ്റൽ ടി സ്മോൾ ടിനോട് ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ഒരു സന്താനം ഉണ്ടാവും. അതിൻ്റെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നതുകൊണ്ട് ഉയരം കൂടുതലാണ്. പിന്നെ ഇതായിട്ട് ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ ഉണ്ടാവും, ഉയരം കൂടുതൽ. ഈ ബീജകോശം ഇതായിട്ട് ചേരുമ്പോൾ സ്മോൾ ടി ഉയരം കുറഞ്ഞത്. ഇതായിട്ട് ചേരുമ്പോൾ സ്മോൾ ടി അതും ഉയരം കുറഞ്ഞത്. അങ്ങനെയാണ് വരിക. മെൻഡലിൻ്റെ അനുമാനങ്ങൾ. മോണോഹൈബ്രിഡൈസേഷൻ നടത്തി അദ്ദേഹം കണ്ടെത്തിയ അനുമാനങ്ങളാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിന് 2 ഘടകങ്ങൾ ചേർന്നതാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണം, ഉയരം എന്ന സ്വഭാവത്തിൽ ഉയരം കൂടുതലും ഉയരം കുറവും. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കലനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കലനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാകും, മറ്റേത് മറിഞ്ഞിരിക്കും. അതായത് ഉയരം കൂടുതലും ഉയരം കുറവും തമ്മിൽ വർഗസങ്കലനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിൽ ഉയരം കൂടുതൽ എന്ന ഗുണം മാത്രം പ്രകടമായി ഉയരക്കുറവ് മറിഞ്ഞിരുന്നു. അങ്ങനെ പ്രകടമാകുന്ന ഗുണത്തെ പ്രകടഗുണം എന്നും മറിഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്തഗുണം എന്നും പറയും. അപ്പോൾ ഒന്നാം തലമുറയിലെ പ്രകടഗുണം ഉയരം കൂടുതലായിരുന്നു, ഗുപ്തഗുണം ഉയരക്കുറവായിരുന്നു. ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയും. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ അവ വേർപിരിയും. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകടമായുള്ളവയുടെയും ഗുപ്തഗുണമായുള്ളവയുടെയും അനുപാതം 3:1 ആണ്. രണ്ടാം തലമുറയിൽ സ്വഭാവങ്ങളുടെ അനുപാതം 3:1 ആണ്. ഇതാണ് മെൻഡലിൻ്റെ അനുമാനങ്ങൾ. ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യമുണ്ടായില്ല. എന്തുകൊണ്ട്? ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യമുണ്ടായില്ല എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. ഇവിടെ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ട്. അതുകൊണ്ടാണ്. ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അത് എങ്ങനെയായിരിക്കും? ഒന്നാം തലമുറയിൽ പ്രകടമാവാത്ത ഗുണം, അതായത് ഉയരക്കുറവ് പ്രകടമായിരുന്നില്ല, അത് രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട്. കാരണം എന്തുകൊണ്ടാണ്? ആ ഉയരക്കുറവ് എന്ന ഗുണം അവിടെ F1 തലമുറയിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്, ഗുപ്തഗുണമായി മറിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പോൾ സ്മോൾ ടി ഉയരക്കുറവ് എന്ന സ്വഭാവം അവിടെ ഉണ്ട്, നമുക്ക് പ്രകടമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് ഡൈഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. അതായത് 2 ജോഡി വിപരീത ഗുണങ്ങളെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. സസ്യത്തിന്റെ ഉയരവും വിത്തിന്റെ ആകൃതിയും പരിഗണിച്ചുകൊണ്ട് നടത്തിയ വർഗസങ്കരണ പരീക്ഷണം 1-2 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കുന്നു. അതായത് നിഗമനം രൂപീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ 2 ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനത്തിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതിനാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ജോഡി വിപരീത ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ജോഡി ഉയരം എന്നതിൽ ഒരു ജോഡി ഉയരം കൂടുതലും ഉയരം കുറവും. പിന്നെ ഇപ്പം വിത്തിന്റെ കാര്യമാണെങ്കിൽ വിത്തിന്റെ ആകൃതി പരിഗണിക്കുമ്പോൾ ഒന്ന് ഉരുണ്ടതും മറ്റേത് ചുളുങ്ങിയതും. അങ്ങനെ 2 ജോഡി വിപരീത ഗുണങ്ങളെ തമ്മിൽ പരീക്ഷണം നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്.
ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസ് കൊടുത്തിട്ടുണ്ട്. മാതൃസസ്യങ്ങൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതായത് ക്യാപിറ്റൽ ടി ഉയരം കൂടുതൽ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഉരുണ്ട വിത്ത്, അതായത് ഉയരം കൂടിയത് ഉരുണ്ട വിത്തുള്ള ഒരു സസ്യം. ഇവിടെ മറ്റേ മാതൃസസ്യം സ്മോൾ ടി, സ്മോൾ ആർ, അതായത് ഉയരം കുറഞ്ഞത്. സ്മോൾ ടി ഉയരം കുറഞ്ഞത്, സ്മോൾ ആർ ചുളുങ്ങിയ വിത്തുള്ളത്. ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുള്ള വേറൊരു മാതൃസസ്യം. അവ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഇവിടെ ഒന്നാമത്തെ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങൾ, ഇതിലേതെല്ലാം ബീജകോശങ്ങൾ ഉണ്ടാവും? ഇത് തമ്മിൽ വേർപിരിയല്ല. അപ്പോൾ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും എന്ന് പറഞ്ഞ ഒരു ബീജകോശം ഉണ്ടാവും. വേറൊരു ബീജകോശം കൂടെ ഉണ്ടാവും, ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും തന്നെ. ഇവിടെ ഒരേതായതുകൊണ്ട് എഴുതുന്നില്ല എന്ന് മാത്രം. ഇവിടെ ബീജകോശം ഏതുണ്ടാവും? സ്മോൾ ടിയും സ്മോൾ ആറും. ഇത് തമ്മിൽ വേർപിരിയല്ല. അപ്പോൾ സ്മോൾ ടിയും സ്മോൾ ആറും എന്ന് പറഞ്ഞാൽ ഒരു ബീജകോശം ഉണ്ടാവും. വേറൊരു ബീജകോശം സ്മോൾ ടിയും സ്മോൾ ആറും തന്നെയാണ്, അത് എഴുതുന്നില്ല. പിന്നെ ഈ രണ്ട് ബീജകോശങ്ങൾ തമ്മിൽ ചേർന്നിട്ട് ഒരു സന്താനം ഉണ്ടാവും. ഏതാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇത് രണ്ടും കൂടി ചേർന്ന് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്നുള്ള ഒരു സന്താനം ഉണ്ടാവും. അതായത് ആ സന്താനത്തിൻ്റെ ഫീനോടൈപ്പ് ഉയരം കൂടി റൗണ്ട് വിത്തുള്ളതായിരിക്കും. ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നത് ആയിരിക്കും. അതിൻ്റെ രണ്ടാം തലമുറയുടെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ.